കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഏതാണ്ട് 35,000 to 50,000 ബസ്സസ് വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ 7,000 ബസ്സും KSRTCയുടെ അടുത്ത് 5,000 ബസ്സുകളുള്ളൂ. അതിൽ കണ്ടീഷനായിട്ടുള്ള ബസ്സുകൾ പിന്നെയും കുറവാണ്. അപ്പൊ നമ്മുടെ ആവറേജ് എന്ന് പറയണമെങ്കിൽ നാഷണൽ ആവറേജിന്റെ പകുതിക്കും താഴെ. മാത്രമല്ല നമ്മളുടെ ആവറേജ് ബംഗ്ലാദേശിനേക്കാളും കൂടുതലാണ്. പുതിയ പുതിയ സാധ്യതകളിൽ ഇനി ബസ് വന്നാൽ മാത്രമേ സംസ്ഥാനത്തിന് ആവശ്യമായ പൊതുഗതാഗത ബസ്സുകൾ ഉണ്ടാവും. നമുക്കിപ്പോ ബസ്സുകളുടെ ക്ഷാമമല്ല നമുക്കുള്ളത് ബസ്സുകളുടെ ദാരിദ്ര്യമാണ്. അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 140 വരെയുള്ള പെർമിറ്റുകളെ പ്രൈവറ്റിന് അനുവദിക്കും. അതിന് മുകളിലുള്ള മുഴുവൻ സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ മുഴുവൻ അവർ എക്സ്ക്ലൂസീവായിട്ട് വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ നിന്ന് പുതിയ പെർമിറ്റ് കൊടുക്കുന്നുമില്ല. അപ്പൊ KSRTCയുടെ അടുത്ത് ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാനായിട്ട് 1200 ബസ്സുകൾ, അതായത് ഒരു ജില്ലയ്ക്ക് 100 ബസ്സുകൾ പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇനി പൊതുഗതാഗതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ സാധ്യതകൾ തേടിയേ പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ല സാധ്യതയാണ് ഈ പെർമിറ്റ് രാജ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുന്നത്. അപ്പൊ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹൈബ്രിഡ് പ്രൊഡക്റ്റ് ആണ്. അത് ഒരേ സമയം CCO ആണ്, അത് ഒരേ സമയം SCO ആണ്. സ്റ്റേറ്റ് കാരേജിന്റെ കുറെ പവേഴ്സ് അതിനുണ്ട്. അതിന് ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും, കളർ കോഡ് ബാധകമല്ല, നിങ്ങൾക്ക് സ്റ്റാൻഡിൽ കയറാൻ പറ്റും, റൂട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, റേറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ 2030 ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് വെഹിക്കിൾ എല്ലാം EV-യിലേക്ക് മാറണം. അപ്പൊ EV-യിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EV-ക്ക് ഇപ്പൊ അറ്റ് പ്രസന്റ് തന്നെ പെർമിറ്റ് ആവശ്യമില്ല. അപ്പൊ പെർമിറ്റ് ഇല്ലാത്തൊരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ATPയുടെ ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് 5 വർഷം മുൻപ് നമുക്ക് എത്രയാണോ ഇതിനകത്ത് നികുതി കിട്ടിയിരുന്നത് അതിന്റെ ഒരു റേഷ്യോ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ റേഷ്യോ ഇപ്പോ ഈ അടുത്ത കൊല്ലം മാർച്ചോടെ തീരും. അത് കഴിഞ്ഞാൽ നമ്മുടെ GST പോലെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ബസ്സസ് ഇല്ലെങ്കിൽ ആ കിട്ടുന്ന വരുമാനം നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല നമ്മൾ അന്യ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ATP ബസ്സുകളുണ്ട്, നാഗാലാൻഡ്, അങ്ങനെ ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ബസ്സുകൾക്ക് കേരളത്തിന് നികുതി ഏർപ്പെടുത്താനായിട്ട് ഇന്നേവരെ നമുക്ക് പറ്റിയിട്ടില്ല. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊന്നും പറ്റിയിട്ടില്ല. ആകെ ഹിമാചൽ പ്രദേശിനും മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഈ നമ്പർ ഓഫ് ATP ബസ്സസ് കൂടുക എന്നുള്ളതാണ് ഞങ്ങൾ ATP4 ആഗ്രഹിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും നല്ല ഓപ്ഷൻ നമുക്കുള്ളത്. ഇപ്പൊ അടുത്ത കൊല്ലം NH66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓണാവും. ഇപ്പോ കാസർഗോഡ് തിരുവനന്തപുരം പോകാനായിട്ട് 24 മണിക്കൂർ സമയമെടുക്കും, കാരണം റോഡ് കണ്ടീഷൻ അത്രയും മോശമാണ്. പക്ഷെ അടുത്ത കൊല്ലം NH66 ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ 6 മണിക്കൂറേ പറ്റും. അപ്പൊ ഈ 6 മണിക്കൂർ കവർ ചെയ്യാനെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ബസ്സസ് വേണം. കാരണം 90 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന പുതിയ ക്വാളിറ്റിയുള്ള ബസ്സസ് വേണം. അങ്ങനെ ബസ്സസ് ഓടിക്കാനായിട്ട് KSRTCയുടെ അടുത്ത് കാശുമില്ല, അവർക്ക് അതിന് സംവിധാനമില്ല. അപ്പൊ ATP ആയിരിക്കും ഇന്നത്തെ റൂളിംഗ് പവറായിട്ട് പോകുന്നത്. അപ്പൊ കൂടുതൽ ചെറുപ്പക്കാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATPക്കെതിരെ MPD അതെ പോലീസും അതെ ഒരു റിട്രാക്റ്റീവ് ആക്ഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ATPക്കെതിരെ വയലേഷൻ ഉണ്ടെങ്കിൽ ATPയിൽ തന്നെ പ്രൊവിഷൻസ് ഉണ്ട് ആ വയലേഷൻസ് ചെക്ക് ചെയ്യാനായിട്ട്. ആ പ്രൊവിഷൻസ് സോഫ്റ്റ്വെയർ ആയിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. അതിപ്പോ ഇവര് കണ്ടമാനം മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആ ഓപ്ഷൻ എടുത്ത് മാറ്റി. ആ ഓപ്ഷൻ എടുത്ത് മാറ്റിയത് കാരണം ഇപ്പൊ MPDക്ക് ATP റൂൾസ് വയലേഷൻ ഉണ്ടെങ്കിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് MB ആക്ടിലെ പല പല പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാതെ പെർമിറ്റ് വയലേഷൻ എന്ന് പറഞ്ഞിട്ട് 7,000 rupees ഒക്കെ ഫൈനിട്ട് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഫൈനൊക്കെ ഈടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ATP ആണെന്ന് പറഞ്ഞ് നമ്മളൊരു കേസൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ സമയം നമുക്ക് ഇതിനകത്ത് ലോസ് ആവും. അപ്പൊ കൂടുതൽ ചെറുപ്പക്കാർ ഇതിനകത്ത് വരാത്തതിന്റെ പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ ഒരു ദുർഘടം പിടിച്ച ഒരു മേഖലയായിട്ടാണ് അവർ വരുന്നത്. ഇപ്പൊ എന്റെ ഇടതുവശത്തിരിക്കുന്ന ഓപ്പറേറ്ററാണ്, പുള്ളിക്ക് 2 ബസ് ഉണ്ട്. ഒരു ബസ് ഒരു 48 സീറ്റിന്റെ ഒരു മാർക്കോപോളോ ബസ്സിന് ഓൾമോസ്റ്റ് 50 lakhs ആണ് വില. അപ്പൊ 1 കോടി രൂപ മുടക്കിയിട്ട് നമ്മുടെ ബസ് ഇടയ്ക്കിടയ്ക്ക് ഇവര് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അയാളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരനെ ആത്മഹത്യയിലേക്ക് പറഞ്ഞു വിടും. അപ്പൊ അത് പാടില്ല. നമ്മൾ കോടതിയിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കേസ് നടത്താനും MPD ആയിട്ടൊക്കെ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. പക്ഷെ ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് വൈകിലും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് KSRTCക്കാർ കൊണ്ടുവന്ന് അവരെ വണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. റോഡിൽ ഇവര്
പെറ്റി കൊണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രൈവർമാരെ ആക്രമിക്കുന്നു. നമ്മൾ പോലീസിന് പരാതി കൊടുത്താലും പോലീസ് അവരെ ശാസിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് പൊട്ടിക്കാനുള്ള ഉദ്ദേശത്തോട് അവർ പെരുമാറുന്നു. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് പുതിയ ചെറുപ്പക്കാർ പറ്റില്ല. അപ്പൊ അത് ഞങ്ങൾ കോടതിയിൽ കൊടുക്കേണ്ട കേസും പോലീസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊതുജനങ്ങളോട് അഭിപ്രായം പറയണം. അതായത് ഞങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ഇതാണ്. അപ്പോൾ പല റിപ്പോർട്ട് ചാനലിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ATP എന്തോ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് വരുന്നു. വാർത്തയിടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്കെതിരെ വാർത്ത ഇടുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി ഇടണം. ഞങ്ങളുടെ നമ്പർ അവൈലബിൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ് നോട്ടിൽ എല്ലാവരുടെയും നമ്പറുണ്ട്. അത് ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് പറയാം. ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. ഈ ATPയുടെ നിയമപ്രകാരം സർക്കാർ ഈ റോബിൻ ബസുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അന്ന് അവസാനമായിട്ട് പറഞ്ഞത് ഈ സർക്കാരിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഈ റോബിൻ ബസ് നടത്തുന്നത്, ഇപ്പോൾ ഗിരീഷനോട് ഉണ്ടല്ലോ, റോബിൻ ബസ് നടത്തുന്നത് നിയമലംഘനമാണെന്നാണ് പറഞ്ഞത്. അതിനെതിരെ നിങ്ങൾ അപ്പീൽ കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ, അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു ഡിവിഷൻ? ഞാൻ എക്സാമ്പിൾ എന്നുള്ള രീതിക്കാണ് റോബിനെ പറഞ്ഞത്. അതെവിടെയാണ് ആ ഓർഡർ വന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റോബിൻ ബസ് ഇല്ലീഗൽ ഓപ്പറേഷൻ ആണ് എന്ന് കോടതി പറഞ്ഞെങ്കിൽ നമ്മളിവിടെ ഗുണ്ടാരാജ്യത്വമല്ലോ നടക്കുന്നത്. അന്നും ഇന്നും കൃത്യമായിട്ട് റോബിൻ ബസ് സർവീസ് നടത്തുന്നതുകൊണ്ട് എറണാകുളത്തോട് തന്നെ വന്നാണ് പോകുന്നത്. അപ്പൊ എന്തായാലും അതിനുശേഷം എന്തേ അവർ കൈവെക്കാൻ തയ്യാറാകാത്തതെന്ന് നമുക്കറിയാമല്ലോ. കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ട് കാരേജ് വണ്ടികൾ പല സ്ഥലത്തുനിന്ന് പല സ്ഥലത്തേക്ക് ആളെ കയറ്റി ഇറക്കി പോകാൻ പറ്റില്ല. എന്നാൽ അതിന്റെ അടുത്ത സെന്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഓർഡിനറി ടൂറിസ്റ്റ് പെർമിറ്റ് അത് ഇത് ചെയ്യാം, അത് കൃത്യമായിട്ട് ഇന്ന റൂളിൽ ഇന്ന ഭാഗത്ത് പറയുന്നുണ്ട്. അത് ഹൈക്കോടതി കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ പത്രങ്ങൾ എഴുതിയത് ഓടാൻ പാടില്ല. പക്ഷെ ആരാണ് അപ്പീൽ പോകേണ്ടത്? ഞാൻ കോൺട്രാക്ട് കാരേജ് സർവീസ്, ഒരു കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് ഉള്ള ഒരു വണ്ടി വെച്ച് ഞാൻ ഓർഡിനറി ടൂറിസ്റ്റ് പെർമിറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്തിനാണ് അപ്പീൽ പോകേണ്ട കാര്യം? ഞാൻ അപ്പീൽ പോയില്ല. പോകേണ്ട ആൾക്കാർ വേറെ കോൺട്രാക്ട് കാരേജുകാരാണ്. അത് പോയിട്ടില്ല, എന്റെ കുറ്റമല്ല. എന്തായാലും എന്റെ വണ്ടി സർവീസ് കൃത്യമായിട്ട് നടക്കുന്നു. ഈ താങ്കളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫൈനൊക്കെ മേടിച്ചിരുന്നു. ആ പൈസ എന്തെങ്കിലും ഈ കേസ് അനുകൂലമാവണമെങ്കിൽ തിരിച്ച് കേസ് അനുകൂലമാകുകയാണെങ്കിൽ നല്ല, ഇപ്പൊ ഓൾറെഡി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് അനുകൂലമായിട്ട് വിധിച്ചിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നോട് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ, അതായത് വണ്ടി പിടിച്ച സ്ഥലത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത് ആ പൈസ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അതൊന്ന് കേസ് പറഞ്ഞ് മേടിക്കാനാണ്. എനിക്ക് എന്റെ കണ്ടൻഷൻ ശരിയാണെന്നും എന്റെ ATP ആണെന്നും കൃത്യമായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിന് തർക്കവും കോടതിക്കില്ല. പക്ഷെ എനിക്ക് പൈസ റിട്ടേൺ തരുന്നത് അതാത് ആർട്ടിഒ, ഏത് ആർട്ടിഒയിലാണോ നമ്മൾ പൈസ അടിച്ചത് ആ ആർട്ടിഒന് മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ എല്ലാവർക്കും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആരും കോടതിയോട് കൊണ്ടുവന്നിട്ടില്ല, ഇതുവരെ ഫയൽ കൊണ്ടുവന്നില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പിന്റെ ആയസിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു നടപടി നേരിട്ടിട്ടില്ല അവര്. അപ്പൊ അവര് അതിന് പരമാവധി താമസം എടുക്കുന്നുണ്ട്. നമുക്ക് അറിയത്തില്ല. കൃത്യമായ സമയത്ത് ഞാൻ അടുത്ത കണ്ടംപ്റ്റ് ഫയൽ ചെയ്യും. അപ്പൊ അവർ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഇതുവരെ ഇത് ഓടിക്കൊണ്ടിരിക്കും. ഈ കോഴിക്കോട് എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ ഇതുപോലെ ATP പെർമിറ്റ് വെച്ചിട്ട് വണ്ടികൾ ഓടുന്നുണ്ടല്ലോ. അത് ഇനി കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള പരിപാടി ഉണ്ട് നിങ്ങൾ? 100% ഓൾമോസ്റ്റ് 200 വണ്ടികളോളം പല സ്ഥലത്തായിട്ട് ഓടുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ഒരു 200ഓളം വണ്ടികൾ ഇവിടെ രജിസ്റ്റർ പല റൂട്ടിൽ ഓടുന്നുണ്ട്. ഇനി ഓരോരോ റൂട്ടുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഇതായിട്ട് റെഗുലറായിട്ട് പോകാൻ, എന്നാൽ 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വണ്ടികൾ ഓടാനാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ക്വാളിറ്റി സർവീസ് കൊടുത്താൽ മാത്രമേ ആളുകൾ ലോങ് ഡിസ്റ്റൻസിൽ നമ്മുടെ ഇവിടെ വരേണ്ട ആവശ്യമുള്ളൂ. ATPയുടെ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കണം, ATP ഫീസ് കൊടുക്കണം. ATP ഫീസ് എന്ന് പറഞ്ഞാൽ 2 മച്ച് ആണ്, 3 മച്ച് ആണ്, ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം സർവീസ് ആണ്. നമ്മൾ ഒരു കാരണവശാലും നമുക്ക് KSRTC ആയിട്ടോ പേജ് കാരേജ് ഓടിക്കുന്ന ഓർഡിനറി സർവീസ് ആയിട്ടോ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റേറ്റ് ഭയങ്കര ഡിഫറന്റ് ആയിരിക്കും. ATP ഞാൻ പറഞ്ഞത് ഇതൊരു ഹൈബ്രിഡ് മോഡലാണ്. ഹൈബ്രിഡ് മോഡലായതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യാം. അപ്പൊ 40 സീറ്റുള്ള ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് 40 ഇൻഡിവിജ്വൽ കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യാം. CC ആണെങ്കിൽ ഒറ്റ കോൺട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോക്കൽ കുട്ടികൾ വെച്ചിട്ട് ഇവര് നമ്മുടെ വണ്ടികളെ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ മുട്ടത്ത് വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തില് വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഒരാള് കള്ളു കുടിച്ചവരെ അഭിനയിച്ചിട്ട്
തെറി പറയുകയും അവസാനം കുറെ ആളുകളൊക്കെ ചേർന്നിട്ട് നമ്മുടെ ഡ്രൈവറെയൊക്കെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവരുടെ ഉദ്ദേശം ഈ ട്രിപ്പ് പൊട്ടിച്ചു കളയാന്നുള്ളതാണ്. ഇതിന്റെ പിന്നിൽ ഈ KSRTC ആൾക്കാരാണോ അതോ മറ്റേ ഇതിന്റെ പിന്നിൽ KSRTC ആൾക്കാരാണെന്ന് മാത്രമല്ല, ഇത് KSRTCക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ആന്റണി രാജു എന്ന് പറഞ്ഞ മുൻ മന്ത്രിയുടെ കാലത്ത് KSRTCയുടെ ഗുണ്ടകളായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരുന്ന മോട്ടോർ വാഹന വകുപ്പാണ്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരുന്നു അന്ന് KSRTCയുടെ ഗുണ്ടകൾ. ഇന്ന് ആ ഗുണ്ടായിസം മാറ്റിയിട്ട് വെറും ലോക്കൽ യൂണിയൻകാരെ കൂട്ടിയേക്കാണ്. CVQ പോലത്തെ യൂണിയൻകാരെ കൂട്ടിയിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതിൽ നമ്മൾ ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റ് ആവാന്ന് വെച്ചാൽ അഡ്മിറ്റ് ആവാൻ നമ്മൾ സമ്മതിക്കില്ല. അത് നമ്മൾ അവിടുന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി പോലീസ് സ്റ്റേഷനിൽ ഒന്ന് മൊഴി പറയാമെന്ന് പറഞ്ഞു വന്നാൽ പോലീസുകാർ കേസ് എടുക്കില്ല. അവർ പറയുന്നത് നമുക്ക് കോംപ്രമൈസിന്റെ ലെവലിൽ പോവാം. ഇതെങ്ങനെ ഈ നാട്ടില് മുന്നോട്ട് ഓടാൻ പറ്റും? ഈ സ്റ്റേജ് ഗാരേജ് നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സ്റ്റേജ് ഗാരേജ് ഇല്ല, സ്റ്റേജ് ഗാരേജ് നമുക്ക് മത്സരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ടാക്സ് സ്ട്രക്ചർ വളരെ കുറവാണ്. പിന്നെ അവർക്ക് 140 കിലോമീറ്റർ ഉള്ളൂ മാക്സിമം. നമ്മൾ ലോങ് ഡിസ്റ്റൻസിലാണ് ഓടുന്നത്. പിന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റ് ടു മച്ച്. അതുകൊണ്ട് നമുക്ക് ATP ഫീസ് അടക്കുന്നതുകൊണ്ട് നമ്മുടെ റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരിക്കലും KSRTCക്കോ സ്റ്റേജ് ഗാരേജിനോ നമ്മുടെ ഒരു ബാധ്യതയോ ഭീഷണിയോ അല്ല. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത അതാണ്. കാരണം ഇത് ATP സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2030 ആവുമ്പോഴേക്കും എല്ലാവരും EVയിലേക്ക് കൺവേർട്ട് ചെയ്തോളൂന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. EVക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് ATP ഫീസ് 0 ആണ്. അതുപോലെ തന്നെ നമുക്ക് പെർമിറ്റും ബാധകമല്ല. അപ്പൊ 2030 ആയി കഴിയുമ്പോഴേക്കും ഇലക്ട്രിക് വെഹിക്കിളാണ് ഇവിടെ ഓടുന്നതെങ്കിൽ ഈ റേറ്റുകളെല്ലാം താഴോട്ട് വരും. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, ഒരു മിനിറ്റ് കൂടെ, ഒരു സെക്കൻഡ്. ഇന്ന് തിരുവനന്തപുരത്ത് STയുടെ മീറ്റിംഗ് നടക്കുകയാണ്. അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഹിയറിംഗ് നടക്കുകയാണ്. അതായത് ബസ്സുകളുടെ ടൈം, സ്റ്റേജുകാരൻ ബസ്സുകളുടെ ടൈം മുനിസിപ്പാലിറ്റിയിൽ 5 മിനിറ്റ്സും പഞ്ചായത്ത് ഏരിയയിൽ 10 മിനിറ്റ്സും ആയിട്ടാണ് വെക്കുന്നത്. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം 5 മിനിറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആലുവ റൂട്ടിൽ തന്നെ 24 മണിക്കൂർ വേണ്ട, പോരാണ്ട് വരും. കാരണം അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേക്കും 150 ബസ്സുകൾക്ക് ഓടാനായിട്ട് 48 അവേഴ്സ് വേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് അവിടെ തിരുവനന്തപുരത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം ഉട്ടോപ്പിയിലാണ്, നടപ്പാക്കാൻ പറ്റില്ല. ജിയോ ഫെൻസിങ് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ വൈറ്റില സെക്ടറിലും തോപ്പുംപടി ചെല്ലാന സെക്ടറിലും നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഒരു ബസ് ഇപ്പൊ നിലവിൽ ഓടുന്ന ബസ്സുകൾ കറക്റ്റ് സമയത്ത് 5 ഇന്റർമീഡിയറ്റ് പോയിന്റിൽ പാസ് ചെയ്യണ്ടോ എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് 2 സ്ഥലത്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ നടക്കാം. അല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ആക്ച്വലി അത് നടക്കൂല. ആക്ച്വലി ഇത് ഈ 140 മണ്ഡലങ്ങളിലും ആ 140 മണ്ഡലത്തിലെ MLA-മാരെ കൂട്ടി ഇവിടെ ആ മണ്ഡലത്തിലെ ഓരോ റൂട്ടുകളെ കുറിച്ചും പഠിച്ച് RTOമാർ അതാത് RTOമാർ റൂട്ട് ഉണ്ടാക്കി അങ്ങനെ 1000-1500 റൂട്ട് കണ്ടുപിടിച്ച് പ്രൈവറ്റുകാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചു. പക്ഷെ ഓടാനാരും വന്നില്ല, ആരും വണ്ടി എടുത്തൊന്നും വന്നില്ല. അപ്പൊ പിന്നെ അടുത്ത ഒരു പുതിയൊരു റൂട്ട് നോക്കുന്നതാണ് ഇങ്ങനെ. പക്ഷെ ഇത് അതിനു വേണ്ടി മുടക്കുന്ന ആ പണം വേറെ എന്തെങ്കിലും കാര്യത്തിൽ മുടക്കിയാൽ അതെങ്കിലും രാജ്യത്ത് ലാഭമാവും. ഇത് ചുമ്മാ രാവിലെ കുറെ ഒരു ഉട്ടോപ്യൻ തീരുമാനം പ്രഖ്യാപിക്കുന്നു, അതിനൊരു മീറ്റിംഗ് വിളിക്കുന്നു, പിന്നെ അതിന്റെ ബാക്കി അതിന്റെ പുറകെ പോകുന്നു. അതിന്റെ ഇത് തീർക്കാൻ വേണ്ടി വണ്ടിക്കാർ കുറെ എണ്ണം കോടതിയിൽ കൂടെ പോകുന്നു, കുറെ വ്യവഹാരങ്ങൾ നടത്തുന്നു. ഇത് തന്നെ പണി. ആർക്കും ഒരു ഗുണവുമില്ല. കുറെ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നു. Okay, thank you.